നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കോട്ടൺ കളക്ഷൻസുമായിട്ടാണ് വന്നേക്കുക. ഇതുണ്ടോ, അതായത് വളരെ ചെറിയ ചെറിയ പ്രിന്റഡ് വർക്ക്സ് ആണ് ഇത് ഓൾ ഓവർ യൂസ് ചെയ്തിരിക്കുന്നത്. യോക്ക് ഫുള്ളും അതിനകത്ത് ഫുള്ളും ഹാൻഡ് വർക്കാണ്. നിങ്ങൾക്ക് ബേസ് കളർ തന്നെയാണ്, അതായത് ഫ്ലോറൽ കളർ തന്നെയാണ് ഇതിൽ ത്രെഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് അത്രയും ഹൈലൈറ്റഡ് അല്ല, നേരിട്ട് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അത് ഹാൻഡ് വർക്ക് കൂടി ഉണ്ടെന്ന്. അതായത് ഇങ്ങനെ ഈ ഒരു ഫോമിലാണ് ഇതിൻ്റെ വർക്ക് പോയേക്കുക. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ കയറി നേരെ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് നെക്ക് പാറ്റേൺ. അതിനകത്ത് ഫുള്ളും ഹാൻഡ് വർക്കാണ് ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബേസ് ആയിട്ട് ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളർ കൊടുത്തിട്ട് ഈ കുഞ്ഞ് ഫ്ലോറൽ വർക്കിനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ടോൺസ് കൊടുത്തേക്കുക. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതില്ല. നിങ്ങൾക്ക് ആ യോക്ക് നോക്കുമ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ട് തോന്നൂല്ലേ, അത് ഡാർക്ക് ആ പോർഷൻ ഫുള്ളും ഹെവി ഹാൻഡ് വർക്കാണ്. ഇതിന് നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട്. നല്ല എപ്പോഴും നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൈപ്പ്, വളരെ ക്യൂട്ടായിട്ടുള്ള. ഇതിനൊക്കെ പല പേരുകളുണ്ട് ഇങ്ങനെ ടൈപ്പ് വരുന്നതിനൊക്കെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ബ്ലോസം അതുപോലെയൊക്കെ വരുന്ന ഒരു സ്റ്റൈലാണ് ഇതും വന്നിരിക്കുന്നത്. അപ്പം ഇതുണ്ടോ ഇങ്ങനെ വരും. പിങ്ക് ബ്ലോസം നമ്മൾ ചെയ്യുന്നില്ല, എല്ലാവരും ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ തന്നെ ഒരു സ്റ്റൈൽ വരുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റാണിത്. യോക്ക് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പാറ്റേൺ. ദുപ്പട്ട വന്നിട്ട് കോട്ട ഫാബ്രിക് ബേസ് ബോർഡർ ആക്കിയേക്കുന്നു. ബാക്കി നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലോക്ക് പ്രിന്റഡ് സ്റ്റൈൽ. സോ ഇതൊരു കിങ് ഫിഷർ ബ്ലൂ ആണ് ഇതിൽ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കി ഇതുണ്ട്, ഓഫ് വൈറ്റ് ബേസ് വന്നിട്ട് ആ കുഞ്ഞ് ഫ്ലവർ വർക്ക്സിനകത്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ടോ. യോക്ക് പോർഷൻ വരുമ്പം കുറച്ചുകൂടെ ഡാർക്കായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അതിനകത്ത് ഫുള്ളും നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ചെറിയ സീക്വൻസിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണത്തുള്ളൂ, വീഡിയോയിൽ അത്രയും മനസ്സിലാവില്ല. ഇതുണ്ട്, എപ്പോഴും ഇഷ്ടമാണ് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കാറ്റലോഗാണ്. ദുപ്പട്ട കോട്ട ഫാബ്രിക് ആണ്, സോഫ്റ്റ് കോട്ട. അതിൽ ഫുള്ളും ബ്ലാക്ക് പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാന്ന് തോന്നുന്നു ഈ ടൈപ്പ് ദുപ്പട്ട. ഇപ്പം മിക്ക കാറ്റലോഗ്സിലും ഈ ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് ഫുള്ളായിട്ടും ആഡ് ചെയ്തേക്കുക. ഇതുണ്ടോ ഇങ്ങനെ വരും. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് അതിൻ്റെ തന്നെ കോട്ടൺ ഫാബ്രിക്കിലാണ്. സോ ഇതാണ് അടുത്തത് വന്നിരിക്കുന്നുണ്ടോ, നല്ലൊരു ചെറിയ യെല്ലോയുടെ കോമ്പിനേഷൻസ് ആണ് ഇതിലെ ഫ്ലോറൽ വർക്കിൽ പോയേക്കുക. ഇതുണ്ട് യോക്ക് പോർഷൻ ത്രെഡാണ്, ഫുള്ള് ത്രെഡും അതിനകത്ത് 1-2 സീക്വൻസും കൂടെ പോയിട്ടുണ്ട് ആ ഓരോ ഫ്ലോറൽ മോട്ടീവ്സിനകത്തും. ബാക്കും സെയിം, ഫ്രണ്ട് ബാക്ക് സെയിം. യോക്ക് പോർഷൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഹെവി ഹാൻഡ് വർക്കും കൂടെ പോയേക്കുന്നു. നല്ല ഡെയിലി വെയർ ആയിട്ടും അല്ലാതെ ഒരു ചെറിയ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ചർച്ച് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റലോഗാണ്. ഇങ്ങനെ കൊണ്ടു കയറാനൊന്നുമില്ല, നല്ല കംഫോർട്ട്നെസ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ആ വൈറ്റിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇതിൽ മെയിൻലി ബേസ് ആക്കിയേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു കിഡു ലുക്കായിരിക്കും ഇത് ഇട്ട് വരുമ്പോഴും. സോ ഇതാണ് 1295 പ്രൈസ് വരിക. സോ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാണ്, ഒരു ഗ്രീൻ ബേസ് ആയിട്ടുള്ള എംബ്രാൾഡ് ഗ്രീൻ ആണ് യൂസ് ചെയ്തത്. ബോട്ടിൽ ഗ്രീൻ അല്ല, എംബ്രാൾഡ് ഗ്രീൻ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. യോക്കിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെ, നല്ല ലെങ്തും വിട്ടും ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കാറ്റലോഗാണ്. കോട്ട സോഫ്റ്റ് കോട്ട ദുപ്പട്ട, അതിലും ഫുള്ളും ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്നു. താങ്ക് യു.